നമസ്കാരം. മലയാളിയാണോ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഫാത്തിമ. ചെസ് ബോർഡിൽ അത്ഭുതം കാട്ടി മലയാളി സഹോദരങ്ങൾ. അയർലൻഡിനായി രാജ്യാന്തര കിരീടം നേടി എയ്ഡനും ഏഞ്ചലും. 6ാം പിറന്നാളിന് സമ്മാനമായി ലഭിച്ച പാമ്പും കോണിയും ബോർഡിന്റെ മറുവശത്തുണ്ടായിരുന്ന ചെസ് ബോർഡിൽ നിന്നാണ് ഈ സഹോദരങ്ങളുടെ സ്വപ്നയാത്ര തുടങ്ങിയത്. ഇന്ന് രാജ്യാന്തര ചെസ് വേദിയിൽ അയർലൻഡിനായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഈ മലയാളി മിടുക്കന്മാർ. ലിമെറിക്കിൽ നടന്ന ഗ്ലോർണി ഗിൽബർട്ട് രാജ്യാന്തര ജൂനിയർ ചെസ് ടൂർണമെന്റിൽ അണ്ടർ 12 വിഭാഗത്തിൽ എയ്ഡൻ തോമസ്, ബോബി ഉൾപ്പെട്ട അയർലൻഡ് ടീം ചാമ്പ്യന്മാരായപ്പോൾ അണ്ടർ 18 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഏഞ്ചൽ മരിയ ബോബിയുടെ ടീം റണ്ണേഴ്സ് അപ്പായി നേട്ടം കൊയ്തു. തൃശൂർ കട്ടിലപ്പൂവം സ്വദേശികളായ ബോബി തോമസിന്റെയും സിബി ബോബിയുടെയും മക്കളാണ് ഇരുവരും. ഗ്രീസിൽ നടക്കുന്ന യൂറോപ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിലും ലോക കേഡറ്റ് മത്സരത്തിലും അയർലൻഡിനായി കരുക്കൾ നീക്കാൻ എയ്ഡൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ഉയർന്ന പരിശീലനത്തിനും യാത്രാ ചെലവുകൾക്കും വലിയ തുക ആവശ്യമായതിനാൽ സ്പോൺസർമാരുടെ പിന്തുണ പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം. ചെസ്സിലെ ഗ്രാൻഡ് മാസ്റ്റർ പദവികളിലേക്ക് കുതിക്കുന്ന ഈ കൊച്ചുമിടുക്കന്മാർക്ക് നമുക്കും ആശംസകൾ നേരാം. ഇംഗ്ലണ്ടിലും വെയിൽസിലും പോലീസ് പ്രതിസന്ധി. ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ദീർഘകാല അസുഖാവധിയിൽ. യുകെയിൽ പോലീസ് സേനകളെ വലിയ പ്രതിസന്ധിയിലാക്കി ദീർഘകാല അസുഖാവധിയിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിൽ. 5 വർഷത്തിനിടെ 71% കൂറ്റൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹോം ഓഫീസിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 3300-ലധികം മുഴുവൻ സമയ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒരു മാസത്തിലധികമായി രോഗബാധിതരായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും താഴെത്തട്ടിലുള്ള പോലീസ് കോൺസ്റ്റബിൾമാരാണ്. ജോലിക്കിടെയുണ്ടാകുന്ന ആക്രമണങ്ങൾ, കടുത്ത മാനസിക സമ്മർദ്ദം, വിഷാദം എന്നിവയാണ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യത്തെ പ്രധാനമായും ബാധിക്കുന്നത്. രോഗകാരണങ്ങളുടെ വ്യക്തമായ റിപ്പോർട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. അസുഖാവധിയിലുള്ള ഉദ്യോഗസ്ഥരുടെ ശമ്പള ഇനത്തിൽ മാത്രം വർഷം 150 മില്യൺ പൗണ്ടോളമാണ് ചെലവാകുന്നത്. തെരുവുകളിൽ പോലീസ് സാന്നിധ്യം കുറയുന്നതും ഭീമമായ തുക നഷ്ടമാകുന്നതും യുകെയിൽ വലിയ ചർച്ചയാവുകയാണ്. യുകെയിലെ വിദ്യാർത്ഥികൾക്ക് വൻ ആശ്വാസം. 18 വയസ്സുള്ളവർക്കും ഇനി പകുതി വിലയ്ക്ക് ട്രെയിൻ ടിക്കറ്റ്. നിലവിലുള്ള 16-17 സേവർ റെയിൽ കാർഡ് നിയമത്തിലാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് ഈ വൻ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 17 മുതൽ വാങ്ങുന്ന കാർഡുകൾക്ക് അത് വാങ്ങിയ തീയതി മുതൽ 1 വർഷം മുഴുവൻ വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതായത് 18 വയസ്സ് തികയുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ ദിവസം വരെ നിങ്ങൾക്ക് ഈ കാർഡ് വാങ്ങാം. ഇതുവഴി 19 വയസ്സാകുന്നതുവരെ ടിക്കറ്റ് നിരക്കിൽ 50% ഇളവ് ലഭിക്കും. പ്രതിവർഷം ശരാശരി 175 പൗണ്ട് വരെ ലാഭിക്കാൻ ഇത് സഹായിക്കും. കേവലം 35 പൗണ്ടാണ് ഈ റെയിൽ കാർഡിന്റെ വാർഷിക ചാർജ്. കോളേജുകളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും ദിവസവും യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് യുവാക്കൾക്ക് ഇത് വലിയ ആശ്വാസമാകും. പ്രായം എത്രയായാലും ഒരു കുഞ്ഞിൻ്റെ ചിരിക്ക് മനസ്സിനെ വീണ്ടും ചെറുപ്പമാക്കാൻ കഴിയും. നോർത്ത് യോർക്ക്ഷയറിലെ സെൽബിയിലുള്ള ഓസ്ബോൺ ഹൗസ് കെയർ ഹോമിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ മനസ്സ് നിറയ്ക്കുകയാണ്. കെയർ ഹോമിലെ മലയാളിയായ സീനിയർ കെയർ അസിസ്റ്റന്റ് ജിബി തന്റെ നവജാത പെൺകുഞ്ഞുമായി താമസക്കാരെ കാണാനെത്തിയപ്പോഴായിരുന്നു ഈ അപൂർവ നിമിഷം പിറന്നത്. ജിബിയുടെ കുഞ്ഞിനെ ജാനറ്റ് എന്ന വയോധികയുടെ കൈകളിൽ നൽകിയപ്പോൾ അവരുടെ മുഖത്ത് അത്ഭുതവും സന്തോഷവും വിടർന്നു. അത്രമേൽ കരുതലോടെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജാനറ്റ് വാക്കുകൾക്കപ്പുറമുള്ള മാതൃവാത്സല്യത്തോടെയാണ് കുഞ്ഞിനെ നോക്കി നിന്നത്. കണ്ടുനിന്ന ഏവരുടെയും കണ്ണു നിറയ്ക്കുന്ന ഒന്നായിരുന്നു ആ രംഗം. 1000 വാക്കുകൾക്ക് തുല്യമായ പ്രതികരണം എന്ന കുറിപ്പോടെ കെയർ ഹോം പങ്കുവച്ച ഈ വീഡിയോ ഇതിനോടകം 4 മില്യണിലധികം ആളുകളാണ് കണ്ടത്. പ്രവാസ ലോകത്ത് വീണ്ടും കണ്ണീരിലാഴ്ത്തി മറ്റൊരു ദാരുണ വാർത്ത. യുകെയിൽ ജോലിക്കിടെ കുഴഞ്ഞു വീണ മലയാളി യുവാവ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. പത്തനംതിട്ട ചന്ദനപ്പള്ളി സ്വദേശിയായ ലെസി കെ ജോൺ 39 മരിച്ചത്. യുകെയിലെ കെല്ലി കമ്മ്യൂണിക്കേഷൻസിലെ പ്രൊക്യൂർമെന്റ് വിഭാഗം ജീവനക്കായിരുന്ന ലെസി വൈകിട്ട് ജോലിക്കിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആംബുലൻസ് സംഘമെത്തി ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. 5 വർഷം മുമ്പാണ് ഭാര്യ സുനിഷയ്ക്കൊപ്പം ലെസി യുകെയിലെത്തിയത്. നിലവിൽ നോർത്ത്വിക് പാർക്ക് ഹോസ്പിറ്റലിലുള്ള മൃതദേഹം യുകെയിലെ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം സംസ്കാരത്തിനായി നാട്ടിലേക്ക് കൊണ്ടുപോകും.
ലെസ്സിയുടെ അപ്രതീക്ഷിത വേർപാടിൽ പ്രവാസി മലയാളി സമൂഹവും നാട്ടുകാരും ആഴത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ആസിഡ് ആക്രമണത്തിൽ പൊള്ളിപ്പോയത് മുഖം മാത്രമായിരുന്നു, അവളുടെ സ്വപ്നങ്ങളല്ല. പ്രതിസന്ധികളെ അതിജീവിച്ച് ലോക പ്രശസ്തമായ ബ്രിട്ടീഷ് സർക്കാരിന്റെ ചീവ്നിംഗ് സ്കോളർഷിപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് രഷം എന്ന 29-കാരി. 12 വർഷങ്ങൾക്ക് മുമ്പ് ലക്നൌവിൽ വച്ച് വിവാഹാലോചന നിരസിച്ചതിന്റെ പേരിൽ ബന്ധുവായ യുവാവ് നടത്തിയ ആസിഡ് ആക്രമണത്തിലാണ് രഷത്തിന് ഗുരുതരമായ പൊള്ളലേറ്റത്. എന്നാൽ നിരവധി ശസ്ത്രക്രിയകളും കടുത്ത മാനസിക സംഘർഷങ്ങളും അതിജീവിച്ച് അവൾ പഠനം തുടർന്നു. 12ാം ക്ലാസ്സിൽ 87% മാർക്ക്, രാജ്യത്തിന്റെ ഭാരത് അവാർഡ്, ജാമിയ മിലയിൽ നിന്ന് ഫിസിക്സ് ബിരുദം, JNUവിൽ നിന്ന് ബിരുദാനന്തര ബിരുദം. വിദ്യാഭ്യാസ രംഗത്ത് രഷം കുറിച്ചത് സമാനതകളില്ലാത്ത വിജയകഥയാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ MSc പഠനത്തിനായാണ് ഈ മിടുമിടുക്കിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചത്. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച് ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി റഷ്യത്തിന് ബിഗ് സല്യൂട്ട്. ഇംഗ്ലീഷ് ചാനൽ കടന്ന് UK കടക്കാൻ ശ്രമിച്ച കുടിയേറ്റക്കാരുടെ ചെറുബോട്ടിന് തീപിടിച്ചു. 157 യാത്രക്കാരെ ഫ്രഞ്ച് ബ്രിട്ടീഷ് രക്ഷാസംഘങ്ങൾ ചേർന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഫ്രാൻസിൽ നിന്ന് പുറപ്പെട്ട ബോട്ടിന്റെ എഞ്ചിനാണ് യാത്രക്കിടെ പെട്ടെന്ന് കത്തിപ്പിടിച്ചത്. സ്ഥിതിഗതികൾ ഗുരുതരമായതോടെ UK ബോർഡർ ഫോഴ്സും ഫ്രഞ്ച് പെട്രോൾ ബോട്ടുകളും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനെത്തുകയായിരുന്നു. ആർക്കും പരുക്കുകളില്ലാതെ 103 പേരെ ഫ്രഞ്ച് പടകളും 54 പേരെ ബ്രിട്ടീഷ് കപ്പലുകളും സുരക്ഷിതമായി കരക്കെത്തിച്ചു. കുടിയേറ്റക്കാരുടെ ജീവൻ പണയം വെച്ചുള്ള ഈ യാത്രകൾ വൻ ആശങ്കയാണ് ഉയർത്തുന്നത്. കാലാവസ്ഥ അനുകൂലമായതോടെ വീണ്ടും ചാനൽ വഴിയുള്ള കുടിയേറ്റം വർദ്ധിക്കുകയാണ്. മനുഷ്യക്കടത്ത് തടയാൻ ഫ്രാൻസുമായി ചേർന്ന് കർശന നടപടികൾ തുടരുമെന്ന് UK സർക്കാർ അറിയിച്ചു. തുണി അലക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച ടാക്സി ഡ്രൈവർക്ക് ബർമിംഗ്ഹാം ക്രൗൺ കോടതിയുടെ ശിക്ഷ. 28-കാരനായ സോറിഫ് ഉദ്ദിനാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഭാര്യ രഹസ്യമായി ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായക തെളിവുകളായത്. തുണി അലക്കുന്നതിനിടെ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നതും കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു. എന്റെ നിയമം അനുസരിക്കുന്നുണ്ടോ എന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണം. യുവതി അടിയന്തര സഹായത്തിന് 999-ൽ വിളിച്ച് പോസ്റ്റ് കോഡ് കൈമാറിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. സ്ഥലത്തെത്തിയ പോലീസ് വാതിൽ തകർത്ത് അകത്തു കടന്ന് യുവതിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കോടതി ഇയാൾക്ക് 2 വർഷത്തെ സസ്പെൻഡഡ് തടവ് ശിക്ഷ വിധിച്ചു. കൂടാതെ 7 വർഷത്തേക്ക് ഭാര്യയെ ബന്ധപ്പെടുന്നതിൽ നിന്ന് വിലക്കുകയും 200 മണിക്കൂർ വേതനമില്ലാതെ സാമൂഹിക സേവനത്തിന് ഉത്തരവിടുകയും ചെയ്തു. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രിമാർ മാറി മാറി വന്നെങ്കിലും ഡൗണിംഗ് സ്ട്രീറ്റിൽ മാറ്റമില്ലാതായി വാഴുന്ന ഒരു പ്രമുഖനുണ്ട്. UK ഒഫീഷ്യൽ ചീഫ് മൗസർ ലാറി എന്ന ഈ കുസൃതി പൂച്ച. ഡേവിഡ് കാമറൂണിന്റെ കാലത്ത് 2011-ൽ ഡൗണിംഗ് സ്ട്രീറ്റിലെത്തിയ ലാറി പിന്നീട് തെരേസ മേ, ബോറിസ് ജോൺസൺ, ലിസ് ട്രസ്, ഋഷി സുനക്, ക്രിയർ സ്റ്റാമർ എന്നിവർക്ക് ശേഷം ഇപ്പോൾ 7ാമത്തെ പ്രധാനമന്ത്രിക്കൊപ്പം ഔദ്യോഗിക ജീവിതം തുടരുകയാണ്. പ്രധാനമന്ത്രിമാരുടെ വ്യക്തിപരമായ വളർത്തുമൃഗമല്ല ലാറി. ജീവനക്കാരുടെ സംരക്ഷണത്തിലുള്ള ഒരു സിവിൽ സർവന്റ് എന്ന പദവിയാണ് ഇവനുള്ളത്. വിശിഷ്ടാതിഥികളെ സ്വീകരിക്കലും സെക്യൂരിറ്റി പരിശോധനയുമാണ് ഇവിടുത്തെ പ്രധാന ഔദ്യോഗിക ചുമതലകൾ. പ്രധാനമന്ത്രിമാർ വരുമ്പോഴും പോകുമ്പോഴും തന്റെ സിംഹാസനത്തിൽ അനങ്ങാതെയിരിക്കുന്ന ബ്രിട്ടന്റെ ഈ സ്വന്തം ചീഫ് മൗസർ ഇന്നും സോഷ്യൽ മീഡിയയിലെ തരംഗമാണ്. സന്തോഷത്തോടെ ആരംഭിച്ച ഒരു കുടുംബ ക്യാമ്പിംഗ് യാത്ര ഒറ്റ രാത്രി കൊണ്ട് തീരാ ദുഃഖമായി മാറി. സ്കോട്ട്ലൻഡിൽ 9 വയസ്സുകാരി ദുരൂഹ സാഹചര്യത്തിൽ ഗുരുതര പരിക്കുകളോടെ കൊല്ലപ്പെട്ടു. വെസ്റ്റ് യോർക്ക്ഷയർ സ്വദേശിനിയായ മിന്നി മെറിമാൻ എന്ന കൊച്ചു പെൺകുട്ടിയാണ് ദാരുണമായി മരിച്ചത്. ആർബ്രോത്തിലെ എലിയറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് മിന്നിയെ ഗുരുതര പരിക്കുകളോടെ പോലീസ് കണ്ടെത്തിയത്. കുട്ടിയെ ഉടൻ തന്നെ ഡണ്ടിയിലെ 9 വെൽസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് പരിചയമുള്ള 35 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ കുറ്റം ചുമത്തി 44 ഷെരീഫ് കോടതിയിൽ ഹാജരാക്കി. ഞങ്ങളുടെ സുന്ദരിയായ മിന്നി മൂവിനെ നഷ്ടപ്പെട്ടു എന്ന് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കുടുംബം പ്രതികരിച്ചു. കേസിൽ വിശദമായ പോലീസ് അന്വേഷണം തുടരുകയാണ്. മാനസികാരോഗ്യ സേവന രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി ബ്രിട്ടൻ. ഇനി മാസങ്ങളോളം അപ്പോയിന്റ്മെന്റിനോ ഡോക്ടറുടെ റെഫറലിനോ കാത്തിരിക്കേണ്ടതില്ല. നേരിട്ടെത്തി സഹായം തേടാം. 343 മില്യൺ പൗണ്ട് ചെലവഴിച്ച് ഇംഗ്ലണ്ടിലുടനീളം 100 കമ്മ്യൂണിറ്റി മാനസികാരോഗ്യ കേന്ദ്രങ്ങളും 59 പ്രത്യേക എമർജൻസി വിഭാഗങ്ങളും സർക്കാർ ആരംഭിക്കുന്നു.
ബാങ്കുകൾ, ലൈബ്രറികൾ തുടങ്ങിയ പൊതു ഇടങ്ങളിലായിരിക്കും ഇവ പ്രവർത്തിക്കുക. നഴ്സുമാർ, തെറാപ്പിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം ഒരേ കുടക്കീഴിൽ സേവനം നൽകും. A&E വിഭാഗങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും മാനസിക സമ്മർദ്ദം ഗുരുതരമാക്കുന്നതിന് മുമ്പ് ചികിത്സ ലഭ്യമാക്കുവാനുമാണ് ഈ പദ്ധതി. ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രങ്ങളുടെ ആദ്യഘട്ടം ഈ വർഷം ശരത്കാലത്തോടെ പ്രവർത്തനം ആരംഭിക്കും. പ്രവാസി മലയാളികൾക്കുൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ഇത് വലിയ ആശ്വാസമാകും. സെൻട്രൽ ലണ്ടനിലെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായ കോവന്റ് ഗാർഡനിൽ പട്ടാപ്പകൽ ഞെട്ടിക്കുന്ന ആക്രമണം. 4 പുരുഷന്മാർക്ക് കുത്തേറ്റു. ഉച്ചയ്ക്ക് 12ഓടെ എൻറ്റൽ സ്ട്രീറ്റിലായിരുന്നു സംഭവം. ആക്രമണത്തിൽ പരിക്കേറ്റ 4 പേരെയും ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. ഇവരുടെ പരുക്കുകൾ ഗുരുതരമല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. സംഭവ സ്ഥലത്ത് വച്ച് തന്നെ 47-കാരിയായ സ്റ്റെല്ല ഗൊല്ലോവേൻ എന്ന സ്ത്രീയെ മെട്രോപൊളിറ്റൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന കത്രികയും സ്ഥലത്തുനിന്ന് പോലീസ് കണ്ടെടുത്തു. പ്രതിക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഹൈബറി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. സംഭവത്തിന് പിന്നിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. UK-യിലെ നാഷണൽ ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന ഏഷ്യൻ വിദേശീയ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ വംശീയ അധിക്ഷേപങ്ങളും വിവേചനവും വർദ്ധിക്കുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. വൃത്തികെട്ട വിദേശികൾ, കുരങ്ങൻ തുടങ്ങിയ അധിക്ഷേപ പരാമർശങ്ങൾ നേരിടേണ്ടി വരുന്നുവെന്ന് സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സ് വെളിപ്പെടുത്തി. ചില രോഗികൾ വിദേശികളായ ഡോക്ടർമാരുടെ ചികിത്സ സ്വീകരിക്കാൻ പോലും വിസമ്മതിക്കുന്നുണ്ട്. 15 ലക്ഷത്തോളം വരുന്ന NHS-ൽ ജീവനക്കാരിൽ 45,000-ലധികം പേർ ഇന്ത്യൻ വംശജരാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരുടെ സേവനം NHS-ന് അത്യാവശ്യമായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉയരുന്നത്. സംഭവത്തെ ബ്രിട്ടീഷ് അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യൻ ഒറിജിനൽ ശക്തമായി അപലപിച്ചു. ജീവനക്കാർക്ക് ഭയരഹിതമായ ജോലി ചെയ്യാനുള്ള സുരക്ഷിത അന്തരീക്ഷം ഉറപ്പാക്കണമെന്ന് സംഘടനകൾ NHS ട്രസ്റ്റുകളോട് ആവശ്യപ്പെട്ടു. കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിലെത്തിയാൽ സോഷ്യൽ ഹൗസിംഗിൽ നിന്നും വിദേശ പൗരന്മാരെ ഒഴിവാക്കും. ഇപ്പോൾ സോഷ്യൽ ഹൗസിംഗിൽ താമസിക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഒഴിച്ചുള്ള വിദേശികളുടെ വാടക കരാറുകൾ റദ്ദാക്കുമെന്നും പാർട്ടി പറയുന്നു. പുതിയ വാടക കരാറുകൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വിദേശികളെ തടയുകയും ചെയ്യും. നിലവിൽ ഇത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് പകരം സംവിധാനം കണ്ടെത്തി ഒഴിഞ്ഞു പോകാൻ 6 മാസത്തെ സമയം നൽകുമെന്നും ഒഴിയുന്ന വീട് ഏറ്റവും അത്യാവശ്യമായ ബ്രിട്ടീഷ് കുടുംബങ്ങൾക്ക് തന്നെ നൽകുമെന്നും പാർട്ടി വക്താവ് അറിയിച്ചു. ഈ ആഴ്ചത്തെ മലയാളിയാണോ വീക്ക്ലി അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണുന്നതുവരെ നന്ദി, നമസ്കാരം.